അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഉച്ച സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പം കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട്, അപ്പം ചെമ്മീൻ കറി ഒന്ന് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീനൊന്ന് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പിലയൊക്കെ വഴറ്റി അതിനുശേഷം ഞാനതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇത് പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത്, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടത് വഴന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ ചട്ടിയിലാണിത് റെഡിയാക്കിയിരുന്നത്, ജസ്റ്റ് ഈ ചെമ്മീൻ വേവിച്ചെടുത്തിരുന്നത്. അപ്പോൾ അതൊന്ന് ഈ മസാലയ്ക്കകത്ത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് നമ്മളിത് ചേർക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയായി, ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിൽ ഞങ്ങൾ ജിയാക്കുട്ടിക്ക് സെൻറ്റ് അൽഫോൻസ ചർച്ചിൽ പോകണം. അപ്പോൾ ശരി എന്നാൽ പിന്നെ കൊണ്ടുപോയേക്കാം എന്ന് വെച്ചാൽ ഇറങ്ങുമല്ല കേട്ടോ, നമ്മുടെ ഭരണങ്ങാനത്തുള്ള അൽഫോൻസാമ്മയുടെ പള്ളിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഷോർട്ട് കട്ടിൽ കയറി പോകാവുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ പോവാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പം അച്ചാച്ചനാണ് വണ്ടി ഓടിച്ചത്, തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ഓടിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അത്യാവശ്യം പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഒന്ന് പോവാണ് കേട്ടോ. അപ്പം പോയ വഴിക്ക് ഇളങ്ങളം സെൻറ്റ് മേരീസ് ചർച്ചിൽ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കാരണം വലിയ ലൈറ്റ് സന്ധ്യ ആകാഞ്ഞത് കൊണ്ടുള്ള ഒരു ലൈറ്റിന് ഭംഗി കുറവുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൈകയിൽ നിന്നും ഭരണങ്ങാനത്തേക്കുള്ള ഷോർട്ട് കട്ടിലാണ് പോയത്. ഭരണങ്ങാനം പള്ളിയിലെത്തി. അപ്പോൾ അവിടെ കയറി കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ജിയാക്കുട്ടിക്ക് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതിലുപരി ജിയാക്കുട്ടിക്ക് ഒരു അൽഫോൻസായുടെ പടമുള്ള മോതിരം വാങ്ങിക്കണം, കൊന്ത മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ, നമ്മൾക്ക് മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഗ്രോട്ടോയുടെ അടുത്തൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ അവിടുത്തെ സ്റ്റാളിൽ വന്നു. അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതുപോലെ 1-2 മോതിരവും ഇതൊക്കെ വെറുതെ നമ്മളെടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മോതിരം വാങ്ങിച്ചു, പിന്നെ ഒരു കുഞ്ഞു കൊന്ത വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നെയിം സ്ലിപ്പ്, അൽഫോൻസായിട്ട് പടമുള്ള നെയിം സ്ലിപ്പൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു നമ്മളവിടെ നിന്ന് തിരിച്ച് പോരുക കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലിപ്പ് ഒക്കെ ഒന്ന് കണ്ടു, കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടു. ഒരു നല്ലൊരു നമുക്കൊരു ഒരു പീസ്ഫുൾ മൈൻഡ് ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് റഷില്ല, പിന്നെ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളും നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും ആ ഒരു ടൈമിൽ നമ്മളവിടെ ചെല്ലുമ്പോഴേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഇത് അടുത്ത ദിവസമാണ്, അതായത് ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച ഇതില്ലാതെ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു ഡെക്കറേഷൻ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാൻ കുറച്ച് ഇലയൊക്കെ വെട്ടിയെടുത്തോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് 2-3 തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ജിയാക്കുട്ടിയും കൂടെ മാർട്ടിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നേരെ പോയത് കൊട്ടാരം ബേക്കറിലേക്കാണ്. അച്ചാച്ചൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു December 28-ന്. അപ്പം അന്ന് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. അതിൽ അച്ചാച്ചൻ അമ്മ എന്നൊക്കെ പേരൊക്കെ എഴുതി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ജോട്ടൻ മാഷും മരി ടീച്ചറും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടേക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൂടെ മേടിച്ചു അമ്മയ്ക്ക് അച്ചാച്ചനും കേട്ടോ. അപ്പോൾ അതൊക്കെ ജിയാക്കുട്ടി എല്ലാം പാക്ക് ചെയ്ത് അവർ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. ഓൾറെഡി ഞങ്ങൾ മേടിച്ചിട്ടാണ് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അത് ഗിഫ്റ്റാക്കി എടുത്ത് റെഡിയാക്കി വെച്ചേക്കാൻ വന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചനൊരു അമ്മയ്ക്കൊരു ചുരിദാറിന്
തുണിയുമായിരുന്നു. അപ്പോൾ ഇതേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അച്ചാച്ചനെ അമ്മയും കൂടെ ഉണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്യിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതൊക്കെയല്ലേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമുക്ക് ഇത് കൂടുതൽ വലിയ വലിയ സന്തോഷങ്ങൾ എന്താ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരുടെ കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അമ്മ ചെണ്ടക്കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കപ്പ ഇങ്ങനെ കഷ്ണമാക്കി വേവിച്ച്, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജോട്ടുമാഷും മരിയ ടീച്ചറും കൂടെ ഒന്നിച്ച് ഇരുന്ന് അതൊക്കെ കഴിച്ചു. ജിയക്കുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരും കേട്ടോ. അപ്പം ഇനി 2024 നമ്മുടെ അടുത്ത ലോങ് വീഡിയോ വരുന്നത്. 2023 അങ്ങനെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നൽകി കടന്നുപോയി. അപ്പോൾ 2024 നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.